ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മധുശ്രീ ജയശങ്കറിനെ തൻ്റെ വരുതിയിൽ കൊണ്ടുവന്ന കാര്യം കാർത്തികയെ അറിയിക്കുന്നുണ്ട്. കാർത്തിക പറയുന്നു, ആഹാ അത് ശരി, അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനെയൊരു സംഭവമൊക്കെ ഉണ്ടായോ എന്ന്. പിന്നെ നീ എന്ത് കരുതി എന്നൊക്കെ പറഞ്ഞ് കാർത്തികയോട് സംസാരിക്കുകയാണ് മധുശ്രീ. നിന്നെ കണ്ടാൽ കുത്തി കൊല്ലാൻ നടന്ന ആ ജയശങ്കറിനാണ് ഇപ്പോൾ എൻ്റെ വരുതിയിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ വിഷ്ണുവിൻ്റെ ഭാര്യയായി അവിടെ വിലസാൻ നോക്ക്, നീ ഇനി അടുത്ത സത്യഭാമയാണ് എന്നൊക്കെ ഇങ്ങനെ മധുശ്രീ പറഞ്ഞു കൊടുക്കുമ്പോൾ കാർത്തികയ്ക്ക് വല്ലാത്തൊരു സന്തോഷമാകുന്നു. കാർത്തികയ്ക്ക് എങ്ങനെയാണ് മധുശ്രീയോട് നന്ദി പറയണം എന്നറിയാത്ത ഒരവസ്ഥ. ഇനി കാർത്തിക മധുശ്രീക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നും പറയുന്നുണ്ട്. വിഷ്ണു, നിന്റെ കഴുത്തിൽ കെട്ടുന്ന താലിച്ചരടിനേക്കാൾ വലിയൊരു ബലമുള്ള കയറ് ഞാൻ നിന്റെ കാലിൽ കെട്ടിയിട്ടുണ്ട് കാർത്തികേ. കല്യാണം കഴിഞ്ഞ് അതെങ്ങാനും നീ അറുത്ത് മാറ്റാൻ ശ്രമിച്ചാൽ ഈ മധുശ്രീയുടെ യഥാർത്ഥ രൂപം നീ കാണും. അത് പുറത്തെടുപ്പിക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ മധുശ്രീ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ശാലിനി വിചാരിച്ച കാര്യമൊന്നും നടക്കുന്നില്ല. ജോത്സ്യൻ വന്ന് മുഹൂർത്തത്തിൻ്റെ സമയവും തീയതിയും ഒക്കെ നിശ്ചയിച്ചു. ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ വിഷ്ണുവേട്ടൻ മറ്റൊരാൾക്ക് സ്വന്തമാകും. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ചെയ്യണം. ഇല്ലെങ്കിൽ കൈവിട്ടു പോകുന്നത് എൻ്റെ ജീവിതമാണ്, എൻ്റെ സത്യമോളുടെ ഭാവിയാണ്. ഒരിക്കൽ അവൾ ചോദിച്ചേക്കാം അവളുടെ അച്ഛനെ അവൾക്ക് നഷ്ടപ്പെടുത്തിയത് എന്തിനാണെന്ന്. മറുപടി എൻ്റെ കയ്യിൽ ഉണ്ടാക്കില്ല. അവൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും എനിക്ക് ജീവിതകാലം മുഴുവനും എന്നൊക്കെ ഇങ്ങനെ ശാലിനി ആലോചിച്ചിരിക്കുമ്പോഴാണ് ശാരദാമ്മ ഒരു ഓട്ടോയിൽ അവിടേക്ക് വന്നിരിക്കുന്നത്. മോളെ, അവിടെ ഇരുന്നിട്ട് പുറയ്ക്കുന്നില്ല, എന്താ ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ശാരദാമ്മ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ശാലിനി വിഷമത്തോടെ തന്നെ അമ്മയോട് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയമ്മേ. വിഷ്ണുവേട്ടനും കാർത്തികയും തമ്മിലുള്ള കല്യാണത്തിൻ്റെ മുഹൂർത്തം വരെ ജോത്സ്യനെ കൊണ്ട് നോക്കിക്കഴിഞ്ഞു. മോളെ, വിഷ്ണു ഇതിനെതിരെ ഒന്നും പറഞ്ഞില്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുന്നു. വിഷ്ണുവേട്ടൻ്റെ മൗനം അതാണ് എന്നെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. ഒന്നും എതിർത്ത് പറയാതെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്കറിയില്ല. സത്യമോളാണെങ്കിൽ വല്ലാത്ത വിഷമത്തിലാണ്. അവളുടെ അച്ഛനോ അടുത്തില്ല, അമ്മയും കൂടി ഇല്ലാണ്ടായാൽ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല അമ്മേ, ഞാനും കൂടി ഇപ്പോൾ ഇവിടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ സത്യമ്മ എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിന് തടസ്സമുണ്ടാക്കിയില്ലെങ്കിൽ കൈവിട്ടു പോകുന്നത് ഞങ്ങളുടെ ജീവിതമല്ലേ എന്നൊക്കെ ശാലിനി പറയുന്നു. സത്യയ്ക്കും എനിക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവസാനമായിട്ട് കിട്ടിയ ഒരു അവസരമാണിത്. അത് എനിക്ക് ഉപയോഗിക്കുക തന്നെ വേണമെന്ന് ശാലിനി. നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യ്. ഒരൊറ്റ കാര്യം മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ, ഒന്നും നഷ്ടപ്പെടുത്താനില്ല ഇപ്പോൾ. സത്യമ്മ വന്ന് കണ്ടാൽ അമ്മയോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറും, അത് പിന്നെ മറ്റൊരു വഴിയിലേക്ക് പോകും. എന്തിനാ അതിന് നമ്മളായിട്ട് ഒരു അവസരം കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ശ്യാമം മോളെ കൂടി ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് പോയിക്കോളാം, അമ്മ വാ എന്ന് പറഞ്ഞ് ശാലിനി ശാരദാമ്മ അകത്തേക്ക് വിളിക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട്. വന്നിരിക്കുന്നത് സത്യഭാമ. വിഷ്ണുവാണ് കൂടെ ഉണ്ടായിരുന്നത്. ഒരു പുഞ്ചിരിയുടെ അഹങ്കാരത്തിൽ തന്നെയാണ് സത്യഭാമ ശാരദാമ്മയുടെ മുന്നിലേക്ക് വന്നത്. എന്താണ് ശാരദാമ്മേ, മകളുടെ സുഖവിവരം അറിയാൻ വന്നതാണോ എന്ന് സത്യഭാമ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു, ഇവിടെ അടുത്ത് ഒരു സ്ഥലം വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇത് കേട്ട് സത്യഭാമ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. എന്നാ പിന്നെ കയറി ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി അല്ലേ? ഓ, നടന്നു വന്നതിൻ്റെ ക്ഷീണവും മാറും, ഒരു അല്പം വിശ്രമവും ആവും, കൂട്ടത്തിൽ മോളെ കാണുകയും ചെയ്യാം അല്ലേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങുകയാണ് സത്യാമ്മേ എന്ന് പറഞ്ഞ് ശാരദാമ്മ പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പറയുന്നു, അല്ല സത്യാമ്മേ, അല്ല ശാരദാമ്മേ, ശാരദാമ്മ വന്നത് എൻ്റെ മരുമകളെ കാണാനല്ലേ, അവൾ അകത്താണ്. എനിക്ക് മക്കളെല്ലാം ഒരുപോലെയാണ് സത്യാമ്മേ, അകത്തുള്ള മോളെ ഞാൻ മറ്റൊരു ദിവസം വന്ന് കണ്ടോളാമെന്ന് ശാരദാമ്മ. അത് ശരിയല്ലല്ലോ, ഇവിടെ വരെ വന്നിട്ട് എൻ്റെ മരുമകളെ കാണാതെ പോയാൽ അതിൻ്റെ കുറിച്ചിൽ എനിക്കും കൂടിയല്ലേ. അതുകൊണ്ട് ശാരദാമ്മ അകത്തേക്ക് കയറിയിരിക്കെ, എന്നിട്ട് പോയാൽ മതി എന്നൊക്കെ സത്യഭാമ പറയുന്നു. എന്നിട്ട് ശാരദാമ്മയെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. സത്യഭാമ അകത്തേക്ക് വന്നിട്ട് രാഘവനോട് പറയുന്നുണ്ട്, രാഘവേട്ട, മരുമോളുടെ ബന്ധു വീട്ടിൽ നിന്ന് സുഖവിവരം അന്വേഷിക്കാൻ ആൾക്കാരൊക്കെ തറവാട്ടിൽ നിന്ന് വന്നിട്ട് എന്താണ് ഇവിടെയുള്ളവർ അറിയാതിരിക്കുന്നത്? അതെങ്ങനെയാ പാത്തും പതുങ്ങിയും വന്നു പോകുന്നവർ മനുഷ്യന്റെ വെട്ടത്തേക്ക് വരുമോ? എന്താ വിഷ്ണു, ആരുടെ കാര്യമാണ് നിന്റെ അമ്മ പറയുന്നത് എന്ന് രാഘവൻ വിഷ്ണുവിനോട് ചോദിക്കുന്നു. വേറെ ആരാ, ശാരദാമ്മ എന്ന് സത്യഭാമ. ഏതായാലും സത്യമ്മ വിളിച്ചതല്ലേ, അമ്മ വാ എന്ന് ശാലിനി ശാരദാമ്മയോട് പറയുന്നുണ്ട്. രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നു. സത്യഭാമ പറയുന്നു, അകത്തേക്ക് വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും, എന്തോ കള്ളത്തരം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പോകുകയായിരുന്നു, ഞാൻ അകത്തേക്കിങ്ങ് വിളിച്ചോ, ഇപ്പോൾ വരുമെന്നേ. വരൂ ശാരദാമ്മ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അറിഞ്ഞിരുന്നെങ്കിൽ പുറത്ത് നിർത്തി ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു എന്ന് രാഘവൻ പറയുമ്പോൾ ശാലിനി പറയുന്നു, ഞാനുണ്ടായിരുന്ന വെച്ചാൽ പുറത്ത്. അമ്മ അകത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് സത്യമ്മ വിളിച്ചതെന്നും ശാലിനി പറയുന്നു. അപ്പൊ പിന്നെ ശാരദാമ്മ ഈ മകളിൽ നിന്നും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ
എന്ന് ഭാമ പറയുന്ന സമയം കാർത്തികയും താഴേക്ക് വരുന്നു. എൻ്റെ മൂത്ത മകൻ വിഷ്ണുവിൻ്റെ വിവാഹമാണ്. അതിൻ്റെ ക്ഷണക്കത്തടിച്ചത് വാങ്ങിക്കാൻ പോയതായിരുന്നു ഞാനും എൻ്റെ മോനും. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ വിളിച്ചിറക്കിക്കൊണ്ടിങ്ങ് പോന്നു. പിന്നെ അത് നടത്തി കൊടുക്കേണ്ട ചുമതല നമ്മൾ മാതാപിതാക്കൾക്കാണല്ലോ. ആദ്യത്തെ കല്യാണമോ പാഴായിപ്പോയി. ഇനി ഇതെങ്കിലും മര്യാദയ്ക്കായില്ലെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതം പോകില്ലേ? പിന്നെ വന്നു കയറുന്ന പെണ്ണുങ്ങളാണ് ഭർത്താവിൻ്റെ വീട്ടിലെ ഐശ്വര്യമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഐശ്വര്യം ഈ വീടിന് കിട്ടാൻ പോകുന്നത് ഇപ്പോഴാണ് എന്നും സത്യഭാമ പറയുന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ കാർത്തിക അവിടെ നിൽക്കുന്നു. മോളിങ് വാ എന്ന് പറഞ്ഞ് കാർത്തിക അരികിലേക്ക് വിളിക്കുകയാണ് സത്യഭാമ. ഒന്നും കൂടി പരിചയപ്പെടുത്തിയേക്കാം, ഇതാണ് വിഷ്ണുവിൻ്റെ പെണ്ണ്. ഇവരിത് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തിയതാണെന്ന് പറയുന്നു. പക്ഷേ അതല്ലല്ലോ, നാട്ടുകാരെയും ബന്ധുക്കരെയും ഒക്കെ അറിയിക്കണ്ടേ. അതാണ് ഇങ്ങനെയൊരു ചടങ്ങ് ആർഭാടമായിട്ട് തന്നെ നടത്താം എന്ന് കരുതിയത്. എന്തായാലും ശാരദാമ്മ വന്നത് നന്നായി. ആദ്യത്തെ കല്യാണം വിളി ശാരദാമ്മയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് അതിൽ നിന്നും ഒരു ലെറ്റർ എടുക്കുകയാണ് ഭാമ. സത്യഭാമ ശാരദാമ്മയുടെ നേരെ നീട്ടുന്നു. കുടുംബസമേതം എല്ലാവരെയും കൂട്ടി തന്നെ വരണം, പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണനെന്നും ഭാമ പറയുന്നു. ശാരദാമ്മ മടിച്ചു നിന്നപ്പോൾ വാങ്ങി ശാരദാമ്മ എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. സദ്യ പ്രഗത്ഭരായ ആൾക്കാരെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. വരുന്നത് കൊണ്ട് നഷ്ടമില്ല. അത്രയ്ക്ക് കേമന്മാരാണ് ഞാൻ ഏർപ്പാടാക്കിയ ദഹണ്ടക്കാര്. 4 കൂട്ടം പായസവും പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് ശാരദാമ്മ പറയുന്നു, എത്ര കഴിവുള്ള ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ഉണ്ടാക്കുന്ന ആളുടെ മനസ്സ് പോലെ ഇരിക്കും കഴിക്കുന്നവർക്ക് കിട്ടുന്ന രുചി. കടയിൽ ആര് ഭക്ഷണം ഉണ്ടാക്കിയാലും ശാരദയുടെ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണത്തിന്റെ രുചിയെപ്പറ്റി ആൾക്കാർ പറയുന്നതും കഴിക്കുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇത് കേട്ട് രാഘവൻ പറയുന്നു, ആ പറഞ്ഞത് ന്യായം. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പേരാണ് നമുക്ക് കിട്ടുന്ന ആദരവ്. നമ്മൾ മോശം രീതിയിലാണ് പെരുമാറുന്നത് എങ്കിൽ ആൾക്കാരത് നോക്കത്തില്ല. അതിപ്പോ എത്ര പാചകക്കാരെ കടയിൽ വെച്ചു എന്ന് കരുതിയാലും ആരും കയറില്ല, അത് വീട്ടിലായാലും. ഭാമയ്ക്ക് പറഞ്ഞത് മനസ്സിലായി കാണും അല്ലേ? ഇത് കേട്ട് ഭാമ പറയുന്നു, ഓ ഞാനും കഴിക്കുന്നത് ചോറ് തന്നെയാണ്, അതെല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഊണിവിടെയും കൂറവിടെയും എത്ര കാലം പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം. മോളിങ് വാ എന്ന് പറഞ്ഞ് കാർത്തിക അടുത്ത് നിർത്തിയിട്ട്, ദേ ഇത് നിങ്ങളുടെ കല്യാണത്തിലുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ ആണെന്ന് പറഞ്ഞിട്ട്, ഇതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ വിവാഹത്തിന് ആശംസ തരാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത, 2 കുടുംബത്തിലെ ഒത്തുചേരൽ കൂടിയാണ് ഇത്. അതുകൊണ്ട് ഈ ലെറ്റർ പൂജാമുറിയിൽ കൊണ്ടുവച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. ഒരു ശക്തിയും ഇനി നിങ്ങളെ വേർപ്പെടുത്തരുത് എന്ന്. യാതൊരുവിധ ദുഷ്ടശക്തികളും ഇത് മുടക്കാനായി ഇറങ്ങിത്തിരിക്കരുതെന്ന് എന്നൊക്കെ ഭാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു, കഷ്ടം, ആരെ കാണിക്കാനാ ഭാമ ഇങ്ങനെയുള്ള ആചാരങ്ങൾ? എന്നെയോ അതോ ഇവരെയോ? എല്ലാവരെയും ചേർത്താണെന്ന് കൂട്ടിക്കോ എന്ന് പറഞ്ഞ് കാർത്തികയുടെ കയ്യിലേക്ക് ലെറ്റർ വെച്ച് കൊടുക്കുകയാണ് ഭാമ. മോള് പറഞ്ഞതുപോലെ ചെയ്യുന്ന കാർത്തികയോട് പറയുന്നുണ്ട് ഭാമ. അവരുടെ മുന്നിൽ വെച്ച് തന്നെ കാർത്തിക സത്യഭാമയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു. എന്താ മോളെ ഇത്, എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞ് കാർത്തികയ്ക്ക് ഒരു ചുംബനം കൊടുക്കുകയാണ് ഭാമ. അതിപ്പോൾ കാർത്തിക ശാലിനെ കാണിക്കാൻ ചെയ്തതാണ്. ഇതൊക്കെ ദേഷ്യത്തോടെ വിഷ്ണു നോക്കി നിൽക്കുന്നു. കാർത്തിക ആ ലെറ്ററുമായി മുകളിലേക്ക് പോകുന്നു. ഭാമയെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാൻ പറ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കരുതെന്ന്. അയ്യോ രാഘവേട്ട, ചങ്ങലയ്ക്കാണ് ഭ്രാന്ത് പിടിക്കുന്നതെങ്കിൽ യാതൊരു നിവൃത്തിയും ഉണ്ടാകില്ലല്ലോ. ശാരദാമ്മയെ ശരിയല്ലേ എന്ന് ചോദിക്കുന്നു. ആ ലെറ്ററുമായി കാർത്തിക പൂജാമുറിയിൽ എത്തിയിരിക്കുന്നു. പൂജാമുറിയിൽ ആ ലെറ്റർ വെച്ചു. എന്നിട്ട് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ, ഒരു ശക്തിക്കും ഞങ്ങളെ വേർപിരിക്കാൻ ഒരവസരം കൊടുക്കരുതേ. എങ്ങനെയെങ്കിലും എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റൂ. അതിന് കല്യാണമെങ്കിൽ കല്യാണം, സഹായിക്കണേ ദൈവമേ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ കല്യാണം വരെ എത്തിച്ചത്. ഇനി എന്നെ നിരാശപ്പെടുത്തരുത്. ഈ കല്യാണത്തോടെ ഈ വീടിൻ്റെ മരുമകളായിട്ട് എനിക്ക് മാറണം. സത്യഭാമ ഭരിക്കുന്നത് പോലെ ഈ നാടും എനിക്ക് ഭരിക്കണം എന്ന് പറഞ്ഞ് കാർത്തിക വിളക്ക് കത്തിൻ്റെ അരികിൽ വെക്കുന്നു. ആ സമയത്ത് തന്നെ കാർത്തികയ്ക്ക് ഒരു ഫോൺ കോൾ വരികയും ഫോണുമായി ഇങ്ങനെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. വിളിക്കുന്നത് മധുശ്രീയാണ്. ഈ സമയം കൊണ്ട് താഴെ കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കുകയായിരുന്നു ഭാമ. ആ സമയത്താണ് മുകളിൽ നിന്നും സത്യാമ്മയെ തീ പിടിച്ച് ഓടി വരണേ എന്നൊരു വിളി കേൾക്കുന്നത്. ആ ലെറ്റർ മുഴുവനും തീ പിടിച്ച് കത്തിപ്പോകുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.